ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ഇഡലിത്തട്ടിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ ഗുണ്ടയുടെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കേക്കിന് എടുക്കുന്ന എല്ലാ പാത്രത്തിലും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അപ്പം ബിസ്ക്കറ്റെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗുണ്ടയുടെ ഈ ഒരു ബിസ്ക്കറ്റ് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. ഇതെല്ലാം അരച്ചെടുത്ത് അതിൻ്റെ തരികളൊക്കെ നമുക്ക് കളയാവുന്നതാണ്. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാൽ എത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഒരുപാട് പാൽ ഒഴിച്ച് കൊടുക്കരുത്. ആവശ്യാനുസരണം വേണം നമ്മളിതൊന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ടോട്ടൽ എനിക്ക് 1/4 കപ്പ് പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഓരോ പൊടിയുടെയൊക്കെ അളവിനനുസരിച്ചിരിക്കും പാലിൻ്റെ അളവ് കൂടുകയും കുറയൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 10 മിനിറ്റായിട്ട് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇഡലിത്തട്ടിലേക്ക് ഞാൻ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 10 മിനിറ്റായിട്ട് പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച് നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിനി 1 സ്പൂൺ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളൊരു കേക്കാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. വളരെ ഹെൽത്തിയുമാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും മേടിച്ച് കൊടുക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഒരു 10-30 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. 2 തവണയായിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഒരു 3/4 പാവ് ആയപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു പപ്പടം കുത്തിയ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെന്ത് വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടില്ല. വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇത് കുത്തിയൊക്കെ നോക്കി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടി എനിക്കൊരു 30 മിനിറ്റാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഒരു പാത്രത്തിൻ്റെ ചൂടിൻ്റെ ഇതനുസരിച്ചിരിക്കും കേക്ക് ബേക്ക് ചെയ്യുന്നതൊക്കെ. അപ്പം ഒരു 25 മിനിറ്റ് ആകുമ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതിയാകും. അപ്പോൾ വെന്തായിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 30 മിനിറ്റായി നല്ലയിടം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ടില്ലെന്നാണ് അർത്ഥം. ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നെങ്കിൽ
വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ തണുത്ത ശേഷം ഇത് നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ നിന്ന് ഇളക്കിയെടുത്ത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അതുപോലെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബിസ്ക്കറ്റ് കൊണ്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചങ്ക് കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണ്ണി കിച്ചൂസ് കറി വേൾഡ്. ബൈ.